ഇനി അടുത്ത പാചകം നടക്കുന്നത് മുഴുവൻ യു പിയിലാണ്. കാരണം അവിടെ ഇനി ജനാധിപത്യ മഹോത്സവം വരാനുണ്ട്. അതിനുവേണ്ടിയുള്ള പാചകം ചെയ്യുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ഇന്ന് ഇന്ത്യയിൽ മുസ്ലിം മാംസവും ഇറച്ചിയുമാണ്. ഏതാണ്ട് അതിനോടനുസരിച്ച് ഉത്തരേന്ത്യയിൽ ക്രിസ്ത്യൻ മാംസവും ഇറച്ചിയും ഒക്കെ ഉണ്ട്. കേരളത്തിലെ കാസാക്കൂസന്മാരൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണ്. ഏതായാലും അങ്ങനെയുള്ള വ്യത്യസ്തമായ പാചകങ്ങൾ തുടങ്ങി. അതിൻ്റെ ഭാഗമായാണ് നമ്മുടെ യോഗി ആദിത്യനാഥ്, അദ്ദേഹം അടുത്ത പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള സ്ഥാനാർത്ഥിയാണെന്നും അവിടെ അമിത്ഷയുമായി വിഷയമുണ്ടെന്നുമൊക്കെ കഴിഞ്ഞ ഇലക്ഷനോടനുബന്ധിച്ച് പറഞ്ഞിരുന്നു. ഏതായാലും അദ്ദേഹത്തിൻ്റെ പുതിയൊരു ഫത്വ വന്നിട്ടുണ്ട്. കുട്ടികളെ പഠിപ്പിച്ച് മുല്ലാക്കയോ അതുപോലെ മൗലവിമാരോ ആക്കരുത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫത്വ. എന്ന് വെച്ചാൽ അങ്ങനെയൊന്നും പഠിപ്പിച്ചാക്കാൻ പാടില്ല എന്ന് പറയുന്നതാരാ? അത് വേറൊരു ഹിന്ദു മുല്ലാക്കയാണ്. ആര്? സാക്ഷാൽ യോഗി ആദിത്യനാഥ്. സ്വന്തം പേര് തന്നെ മാറ്റി മറ്റൊരു പേര് സ്വീകരിച്ച് മറ്റൊരു രൂപത്തിലായി ഈ പറയുന്ന മറ്റ് ചില ക്വാളിറ്റി, മാനവികത, അത്തരം കാര്യങ്ങളുടെയൊക്കെ സംസ്ഥാപനത്തിനായുള്ള പലതും പഠിക്കുന്ന വേദങ്ങളാണ് പഠിച്ചത് എന്ന് പറഞ്ഞിട്ട് യാതൊരു മാനുഷികതയും മാനവികതയും ഇല്ലാതെ എന്തും പ്രവർത്തിക്കുന്ന ഒരാളാണ് മുല്ലയും മൗലവിയും ആക്കുന്നതിനെതിരെ സംസാരിക്കുന്നത്. തീർന്നില്ല. ഇനി ഇത് രണ്ടും ആക്കാതെ ഈ പറയുന്ന സന്യാസി വര്യന്മാരാക്കിയാൽ എന്താ സംഭവിക്കുക? നമ്മൾ കണ്ടുകൊണ്ട് വരുന്നത് വെച്ച് പറയുകയാണ്. കുറേ പേർ കൗപീനം മാത്രം ഉടുത്ത് നടക്കുന്നു, കുറേ പേർ ചാണകം ശരീരത്താകെ വാരി തൂക്കുന്നു, മറ്റു ചിലർ ഗോമൂത്രം കുടിക്കുന്നു. അതൊക്കെയാണോ നല്ല ക്വാളിറ്റി? അപ്പോൾ എടുത്തൊരു ഉദാഹരണം പറയണ്ടേ? ദേ ഇതുപോലെ ആക്കരുത്, നിങ്ങൾ ഇതുപോലെ ആക്കൂ എന്ന് പറയണ്ടേ? അപ്പോൾ ഇത് അതുപോലെ ആക്കാനും ഇതുപോലെ ആക്കാനും ഒന്നുമല്ല. ഇതെന്താണെന്ന് ചോദിച്ചാൽ ഈ പറയുന്നത് പോലെ ഒരു ധ്രുവീകരണം ശക്തമാക്കാൻ, അതിലൂടെ സ്പർദ്ധ വളർത്താൻ, അതിലൂടെ ഡിവിഷണൽ പൊളിറ്റിക്സ് ശക്തിപ്പെടുത്താൻ. എന്ന് വെച്ചാൽ ഇതിലൂടെ ഹിന്ദുത്വ തീവ്ര വികാരമുള്ളവരെ ഉണർത്തി റെഡിയാക്കി ജനാധിപത്യ മഹോത്സവത്തിന് തയ്യാറെടുപ്പിനായുള്ള ഒരുക്കങ്ങളിലാണ്. അതിൻ്റെ ഭാഗമായാണ് ഈ മുല്ലയും മൗലവിയും ഒക്കെ ആകുന്നതിലുള്ള പ്രയാസം തോന്നുന്നത്. അത്രയേ ഉള്ളൂ.